ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വ്യത്യസ്തമാർന്നൊരു വീഡിയോ ആണ്. ഗോട്ടിൻ്റെ രണ്ടാം ഭാഗമായ ഗോട്ട് വേഴ്സസ് ഓജി സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ തോട്ടിലുള്ള ഒരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ സ്റ്റോറി പ്ലോട്ട് മാത്രമാണ് പറയുന്നത്. ഫുൾ സ്റ്റോറി ആയിട്ട് പറയുന്നില്ല, എങ്ങനെയാണ് എന്നതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ലിയോ 2 എൻ്റെ രീതിയിൽ എങ്ങനെയാകണമെന്നതിൻ്റെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് ഞാൻ സീരീസ് ആയിട്ട് സിനിമാറ്റിക് മോഡിലാണ് കാണിക്കുന്നത്. അത് കാണാത്തവർ തീർച്ചയായും കാണുക. 4 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. 5ാമത്തെ എപ്പിസോഡ് കുറച്ച് ലോങ് ആണ്, അതുകൊണ്ട് ടൈം എടുക്കും വരാൻ. ഗോട്ടിന് ഞാൻ സീരീസ് ചെയ്യുന്നില്ല. ലിയോ 2 കഴിഞ്ഞാൽ വേറൊരു സീരീസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ശരി, നമുക്ക് കഥയിലോട്ട് കിടക്കാം. ഗോട്ട് വേഴ്സസ് ഓജി. ഗോട്ട് എന്ന കഥ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഗോട്ട് വേഴ്സസ് ഓജി ആരംഭിക്കുന്നത്. ചിത്രം തുടങ്ങുമ്പോൾ വലിയൊരു പാർട്ടി നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഗാന്ധിയുടെ മകളും ഭാര്യയൊക്കെ പങ്കെടുത്തായിരുന്നു. അങ്ങനെ പാർട്ടി കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുന്നു. വീട്ടിലാണെങ്കിൽ ഗാന്ധി എന്ന് പറയുന്നത് നല്ല പ്രായമായ ഒരാളായി. ഒരുപാട് വർഷം കഴിഞ്ഞാണല്ലോ കഥ നടക്കുന്നത്. സ്വന്തം മകനെ കൊന്നതിൻ്റെ കുറ്റബോധത്തിലാണ് ഗാന്ധി. ഗാന്ധിക്ക് അറിയില്ലല്ലോ കൊന്നത് ഒരു മനുഷ്യനെ അല്ല എന്നത്. വയസ്സായത് കൊണ്ട് സ്ക്വാഡൊക്കെ വീണ്ടും വിട്ട് ഒരു ഡിപ്രഷൻ മൈൻഡിലാണ് ഗാന്ധി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഗാന്ധി ഉറങ്ങുന്ന ടൈമിൽ ആരോ നടക്കുന്ന ശബ്ദം കേട്ട് റൂമിൽ നിന്ന് പോയി നോക്കുമ്പോൾ ഗാന്ധിയുടെ മകള് എങ്ങോട്ടോ ഈ കൊടും രാത്രി പോകുന്നതായിട്ടാണ് കണ്ടത്. അത് കണ്ട ഗാന്ധി മകളെ വിളിക്കും. പക്ഷെ പെട്ടെന്ന് എന്തോ കേട്ട് വീടിനുള്ളിൽ മകൾ ഓടിപ്പോകും. പിറ്റേ ദിവസം ഗാന്ധി ഇതൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ, ഒന്നും സംഭവിക്കാത്ത പോലെയാണ് സംസാരിക്കുന്നത്. ഗാന്ധിക്ക് ഇത് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നു. എന്നാൽ ഭാര്യയ്ക്കും സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഗാന്ധി ശ്രദ്ധിക്കുന്നുണ്ട്. രാത്രി ഒറ്റയ്ക്ക് എണീച്ച് നടക്കുന്നതും വെറുതെ ചിരിക്കുന്നതും ഒറ്റയ്ക്ക് പിറുപിറുക്കുന്നതുമൊക്കെ. പിറ്റേ ദിവസം ഗാന്ധി ന്യൂസിൽ നോക്കുമ്പോൾ ഒരു വീട്ടിൽ 2 പ്രായം കുറഞ്ഞ ആൾക്കാർ വീട്ടിലുള്ള വയസ്സായവരെയൊക്കെ കൊന്നു എന്നതാണ്. ഇതൊരു സാധാ ന്യൂസാണ്. പക്ഷെ ആ ഒരു ദിവസം മാത്രമല്ല അത് സംഭവിക്കുന്നത്. എല്ലാ ദിവസവും ഓരോരോ വീട്ടിലും ഈ വയസ്സായവരെയും വയ്യാത്തവരെയൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഒരുപാട് കൊലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർക്ക് ഇത് എന്താണെന്നൊരു പിടിയും കിട്ടാണ്ട് ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. കാരണം ഇവർ അന്വേഷിക്കുന്ന ഓരോ നിമിഷവും വീട്ടിൽ വയസ്സായവരുടെ കൊല നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ പോലീസുകാരാകെ പെട്ടു. അവസാനം ഗവൺമെന്റിന്റെ നിർബന്ധപ്രകാരം ഈ സംഭവം കണ്ടുപിടിക്കാനുള്ള ബലത്തിന് വേണ്ടി ഗാന്ധിയെയും സുനിലിനെയും പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷനിൽ കൂട്ടുന്നു. അണ്ടർ കവർ ഓഫീസേഴ്സ് ആണെങ്കിലും ഇപ്പോൾ റിട്ടയർഡ് ആണ്. അവരങ്ങനെ പോലീസുകാരുടെ കൂടെ ഈ കൊല നടന്ന എല്ലാ വീടുകളിലും പോയി അന്വേഷിക്കുന്നു. പക്ഷേ ഇത് എങ്ങനെ ഒരേ പാറ്റേണിൽ നടക്കുന്നെന്ന് അവർക്കും ഒരു പിടിയില്ല. എല്ലാ വീട്ടിലും കൊല ചെയ്തതിന് ശേഷം ചുമരിൽ എസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കൊല ചെയ്ത ആൾക്കാരെ ചോദ്യം ചെയ്യുമ്പോഴും യാതൊരു ഉത്തരവും കിട്ടുന്നില്ല. എന്നാൽ ഗാന്ധി വീടുകളൊക്കെ പരിശോധിക്കുന്ന നേരത്ത് ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. പോയ വീട്ടിലെല്ലാം തന്നെ ഒരുപാട് ദിവസങ്ങളിൽ മുൻപ് നടന്ന ആ ഒരു പാർട്ടിയുടെ ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലും. വേറൊരു തെളിവ് കിട്ടാത്തതുകൊണ്ട് ഈ കിട്ടിയ ഇത് വെച്ച് ഈ പാർട്ടി നടന്നതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അങ്ങനെ പാർട്ടി നടന്ന ബിൽഡിങ്ങിലെത്തി അവിടെ അന്വേഷിക്കുകയാണ്. അതിനുശേഷം ആ പാർട്ടി നടന്ന CCTV ക്ലിപ്പിംഗ്സ് എല്ലാം തന്നെ പോലീസിന് കൈമാറുകയും അതുപോലെ ആ പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരും വിവരങ്ങളും വാങ്ങുകയും ചെയ്യുന്നു. എന്നിട്ട് ഇതുവരെ കൊല ചെയ്യാത്ത ആളുകളുടെ ഫുൾ ലിസ്റ്റ് എടുത്ത് ആ വീടുകളിൽ അന്വേഷിക്കുന്നു. ആ വീടുകളിൽ ഒന്നും കൊല നടന്നിട്ടില്ല. അപ്പോൾ ഗാന്ധി എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ വീട്ടിലുള്ള വയസ്സായവരോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ അവർക്കൊന്നും മനസ്സിലാകില്ല. അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വയസ്സായവരോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വയസ്സായ ആൾ പറയും, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, എന്നാൽ നിങ്ങൾ ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് എൻ്റെ മോള് പോയി വന്നതും ശേഷം സ്വഭാവത്തിൽ പഴയ പോലെ അല്ലാണ്ട് ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഒറ്റയ്ക്ക് സംസാരിക്കുന്ന രാത്രി, എണീച്ച് നടക്കുക, കൊടും രാത്രി എങ്ങോട്ടോ ഒറ്റയ്ക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേട്ട ഗാന്ധി ടെൻഷനായി ആ പാർട്ടിയിൽ പോയ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആ ലിസ്റ്റിൽ ഗാന്ധിയുടെ വൈഫിൻ്റെയും മകളുടെയും പേരുമുണ്ട്. അതോടെ ഗാന്ധി ഇന്ന് വീട്ടിൽ വരില്ല എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് കുറച്ച് ദൂരെ പോയി തൻ്റെ വീട് നിരീക്ഷിക്കാൻ തുടങ്ങും. അങ്ങനെ കൊടും രാത്രി ആയപ്പോൾ ഭാര്യയും മോളും രാത്രി ഒറ്റയ്ക്ക് റോഡിലൂടെ നടന്നു പോകുന്നത് കാണുന്നു. അവരറിയാതെ അവരെ ഫോളോ ചെയ്യുന്നു. ഫോളോ ചെയ്യുന്ന നേരത്ത് ഇവർ മാത്രമല്ല റോഡിലൂടെ പോകുന്നത്, ഒരുപാട് പേര് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നടന്നു പോകുന്നു. അവരൊക്കെ ഒരു കൊടും കാട്ടിൻ്റെ ഉള്ളിൽ പോകുന്നു. ഗാന്ധി ഒളിഞ്ഞു നിന്ന് അവിടെ നടക്കുന്ന സംഭവമൊക്കെ നോക്കി നിൽക്കുകയാണ്. ഒരു പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങിനുള്ളിലാണ് അവർ. എന്നാൽ ഗാന്ധി ഒരു കാര്യം കണ്ട് നെട്ടുന്നു. അവിടെ ഇവരെല്ലാം നിയന്ത്രിക്കുന്ന ആളായിട്ട് ഉണ്ടായിരുന്നത് ഗാന്ധിയുടെ സ്വന്തം മകനായ ജീവനായിരുന്നു. ചുറ്റും ജീവനെ പോലെ തന്നെ തോന്നിക്കുന്ന മറ്റു ക്ലോൺസും
ഗാന്ധിക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത് അറിയാണ്ട് ആകെ പതറും. അപ്പോൾ ഞാൻ മുൻപ് കൊന്നത് ജീവനെയല്ലേ എന്നൊക്കെ ആലോചിച്ച് പതറും. എന്നിട്ട് അവർ സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞിരുന്ന് കേൾക്കും. അപ്പോൾ ജീവൻ പറയുന്നത്, ഈ നാട്ടിലുള്ള വയസ്സായവരുടെയും വയ്യാത്തവരുടെയും ബോഡി നമുക്ക് ആവശ്യമില്ല, അവരെല്ലാം തീർത്ത് കളയണം. നമ്മൾ ഇനിയും ഒരുപാട് പേരെ മാറ്റണം. ഈ ലോകം മൊത്തം ഇനി നമ്മൾ ഭരിക്കണം. ഓരോരുത്തരെയും നമ്മുടെ കൈവശമാക്കിയ ശേഷം ഇവിടെ പ്രൈം മിനിസ്റ്ററിനെയും നമ്മുടെ കൂട്ടാക്കണം. പിന്നീട് ഈ ക്ലോണിംഗ് കൂട്ടായ്മ ഈ ലോകം ഭരിക്കും. സാധാ മനുഷ്യരെല്ലാം നമ്മുടെ അടിമകൾ. അതായത് ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത്, ഈ പാർട്ടി എന്ന ടീമിൽ അവിടെ വന്ന ആൾക്കാരുടെ മൊത്തം DNA എടുത്ത് അവരെ പോലുള്ള ക്ലോൺസ് ഉണ്ടാക്കി പുറത്തു വിടുന്നു. അവർക്ക് വയസ്സായവരൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അവരൊക്കെ ക്ലോൺസ് പോയി തട്ടുന്നു. എന്നിട്ട് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ക്ലോൺസ് ഉണ്ടാക്കി ഒരു ക്ലോൺ സമൂഹം തന്നെ സൃഷ്ടിച്ച് സാധാ മനുഷ്യരെ അടിമപ്പെടുത്തലാണ്. പിന്നീട് ഈ ഗാന്ധി കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ തടയുന്നു, ഇവരെല്ലാം എങ്ങനെ നശിപ്പിക്കുന്നു. കൂടാതെ ജീവൻ ജനറ്റിക് എഞ്ചിനീയർ വെച്ചാണല്ലോ ക്ലോണിംഗ് ഉണ്ടാക്കുന്നത്. ഈ ക്ലോണിങ്ങിൽ സാധാ മനുഷ്യരുടെ പവറേ ഉണ്ടാകൂ. അത് അപ്ഗ്രേഡ് ചെയ്യുന്നു. സാധാ മനുഷ്യന്മാരെക്കാളും പവർ കൂടിയ ക്ലോണിങ്സും നിർമ്മിക്കാൻ തുടങ്ങി. ഇത്രയും വലിയ പവർഫുള്ളായ ആൾക്കാരിൽ നിന്നും ഈ വയസ്സനായ ഗാന്ധി എങ്ങനെ ഇല്ലാതാക്കി എന്നതാണ് എൻ്റെ തോട്ടിലുള്ള ഗോട്ട് വേഴ്സസ് ഓജിൻ സിനിമയുടെ സ്റ്റോറി. ഇങ്ങനെ ആയാലും ഒരു പുതുമയുള്ളൊരു സിനിമ കിട്ടും. ഹെവി ആയിട്ടുള്ള സ്ക്രീൻ പ്ലേയും കൂടെ ഉണ്ടെങ്കിൽ പടം കെടുക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ സ്റ്റോറി പ്ലോട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്ത് പോവുക. പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുമെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ നമുക്കിനി കാണാം.